ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ബീട്രൂട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് കണ്ണൂർ സ്റ്റൈലൊരു അച്ചാറാണ്. നോർമലായിട്ട് പല സ്ഥലങ്ങളിൽ പല വിധത്തിലാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ണൂർ സ്റ്റൈലിൽ എന്ന് തന്നെ പറയുന്നത്. കണ്ണൂർ സൈഡിലെല്ലാം കല്യാണം അതുമാതിരിയുള്ള ഫംഗ്ഷനെല്ലാം ബിരിയാണി, ഗീ റൈസ് അതിനൊന്നിച്ചെല്ലാം സെർവ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിത് ഏകദേശം ഒരു 1/4 കിലോ അളവിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടില്ല, കുറച്ച് വലുതാണ്. അതിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതിൽ ഒരു ചെറിയ ക്യാരറ്റ് ചേർക്കാറുണ്ട് നോർമലായിട്ട്. പക്ഷെ ഞാനിപ്പോഴും ചേർക്കുന്നില്ല. ചേർക്കാണ്ട് നമുക്ക് ചെയ്തെടുക്കാം, വേണമെങ്കിൽ ചേർത്തിട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. അതുകൂടാണ്ട് അതിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും അതുമാതിരി ചേർക്കാം. വെളുത്തുള്ളി ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഞാനിപ്പോൾ വലിയ കഷ്ണം വെച്ചിട്ടില്ല, അത് ഫുള്ളായിട്ട് വേണ്ട, ചെറിയൊരു കഷ്ണം മതി. അതിൻ്റെ ഒന്നിച്ച് കുറച്ച് കറിവേപ്പില. അതിൻ്റെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ എന്ന് പറയാൻ നമ്മളെ മുളക് പൊടിയാണ്, ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ തന്നെയാണ്. പെരിങ്കായം അതിൻ്റെ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ അത് വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കുറച്ച്, നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അതുമാതിരി മതിയോ. അതിൻ്റെ ഒന്നിച്ച് നമ്മൾ കടുക് ഇതുമാതിരി ചതച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പരിപ്പ് ആ ഒരു യെല്ലോ കളർ കാണുന്ന മാതിരി ഉള്ള ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനത് മുഴുവനായിട്ട് അതുമാതിരി ചതച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. അതും ഒരു 1/4 വൈറ്റ് വിനീഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് നമ്മളിപ്പം ബീട്രൂട്ട് എടുത്തതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഡേറ്റ്സ് ഇതിൽ യൂസ് ചെയ്യണ്ടൂ. ഇതിൻ്റെ ഒന്നിച്ച് ഇതുമാതിരി ഉണക്ക മുന്തിരിങ്ങ, റേസിൻസ്, ഇതും കൂടെ ചേർക്കും. ഇതൊക്കെ നിങ്ങൾ ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ച ബീട്രൂട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ 2 വിധത്തിൽ ചെയ്യാം. 2 എന്നല്ല, 2-3 വിധത്തിൽ ചെയ്യാം. മെയിനായിട്ട് 2 വിധത്തിൽ ചെയ്യാം, ഞാനത് പറയാം. ഒന്ന്, നമുക്ക് ഈ ബീട്രൂട്ട് ഇതുമാതിരി തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് പച്ചയായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബീട്രൂട്ട് 4 കഷ്ണമായിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കും. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും ബാക്കി ഒന്ന് അരച്ചെടുത്തിട്ടും മിക്സ് ചെയ്ത് ഇവിടെ കാണിക്കുന്നത് നോർമലായിട്ട് കല്യാണത്തിനൊക്കെ ചെയ്യുന്ന രീതിയാണ്. നമ്മളൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മളത് ഗ്രേറ്റ് ചെയ്ത് അതുമാതിരി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാനതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിതിവിടെ 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല റെഡ് കളറായിട്ടില്ലേ, എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് റെഡ് കളറായിട്ടില്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നിങ്ങളതിൽ ഇങ്ങനെ സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് പുട്ടിൻ്റെ പാത്രത്തിലിട്ടിട്ട് അതുമാതിരി സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെന്ത് വരണമെന്നൊന്നുമില്ല. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതാണ്. കുറച്ചൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ ഈ ഒരു 3 പീസ് ഇതുമാതിരി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു പീസ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനൊന്നിച്ച് ഒരു 6 ഡേറ്റ്സ് കൂടെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിപ്പം ഈ ബീട്രൂട്ടെല്ലാം മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതെല്ലാം കഴുകിയെടുക്കുമ്പോഴെല്ലാം അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത വിധത്തിൽ തന്നെ ഉപയോഗിക്കണം, അല്ലെ പെട്ടെന്ന് ചീത്തയാവും. നമ്മൾ ഉപയോഗിക്കുന്ന ജാറും എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാണ്ട് തന്നെ ചെയ്തെടുക്കാം. ജസ്റ്റ് അത് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാം. പക്ഷെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല തിക്കായിട്ടുണ്ടാവും. അടുത്തത് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതായത് ഇവിടെ ഗ്രേറ്ററിൽ ഇതുമാതിരി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബാക്കി ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനനുസരിച്ച് ഒരു പാത്രം എടുക്കണം. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ടും ഡേറ്റ്സും ഇതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവുക. ഞാൻ എടുത്ത് വെച്ച് 20 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവുക. അതിൻ്റെ തന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും അതുമാതിരി ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എനിക്ക് കൂടുതൽ എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നത്. ഇതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ ഡേറ്റ്സ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 6 എണ്ണം ഉണ്ടാവും.
നമ്മൾ ഫസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോഴും 6 എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ ഒന്നിച്ച് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് 12 എണ്ണമാണ് ഞാൻ ഇതിനെടുത്തിന്. കൂടുതൽ ഡേറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 എടുത്തിട്ട് ഇതുമാതിരി മുറിച്ചിട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ അരച്ചിട്ട് അതുമാതിരി ചേർത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ റൈസിൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷണലാണെന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. നോർമലായിട്ട് കല്യാണത്തിലെല്ലാം ഇതുമാതിരി ചെയ്തെടുക്കുമ്പോൾ ഇതുമാതിരി ചേർത്തിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതേ സെയിം രീതിയിൽ തന്നെ അതിന് ശേഷം ഇതിലേക്ക് ബാക്കി നമ്മൾ പൊടിച്ച് വെച്ച ഇതേമാതിരി ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഇത് കടുക് ലൈറ്റായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ മാത്രമേ ഉണ്ടാവൂ, കൂടുതൽ ചേർക്കണ്ട. കൂടുതൽ ചേർത്ത ഒരു കയ്പ്പ് ടേസ്റ്റ് എല്ലാം വരും. ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് അതും 1/4 ടീസ്പൂൺ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർക്കാൻ കാരണം നോർമലായിട്ട് അച്ചാറിന് കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അതുമാതിരി ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കൂടുതൽ ചേർക്കുന്നില്ല, എനിക്ക് കൂടുതൽ എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ അതുമാതിരിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനൊന്നിച്ച് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വിനീഗർ വേണ്ടി വരും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളതിൻ്റെ പുളി ടേസ്റ്റ് എല്ലാം ശ്രദ്ധിക്കണം. ഒരുപാട് കൂടുതൽ ഒഴിച്ചാൽ ഒരുപാട് പുളിപ്പ് ടേസ്റ്റ് ആയിട്ട് വരും. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിത് വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ വിനീഗർ ചേർക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ഞാൻ ഇതിൽ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഏകദേശം 100 ml വിനീഗർ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കുക, കറിവേപ്പില കൂടെ വേണമെങ്കിൽ ഇത് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് മുറിക്കാണ്ട് ഇതുമാതിരി മുഴുവൻ തന്നെ ചേർത്ത് കൊടുത്തതാണ്. അതുകൂടാണ്ട് ഇതിൽ താളിച്ച് ചേർക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇത് ഓയിൽ ഫ്രീ അതുമാതിരി ഇല്ല ഒരു അച്ചാറാണ്. ഇതിപ്പോൾ 1-2 ആഴ്ചയിൽ നമ്മൾക്ക് ഇതുമാതിരി വെളിയിൽ വെച്ചിട്ട് തന്നെ കഴിക്കാം, കുഴപ്പമാവില്ല, മോശമൊന്നും ആവില്ല. പക്ഷെ അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. പെട്ടെന്ന് ചീത്തയായി പോവില്ല, എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ ചില്ലി പൗഡറും എല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാണ്ട് തന്നെ ചേർത്തുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പം ഇതിനൊരു പച്ചച്ചോവ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ നല്ല എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ല ഇതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതിൻ്റെ ഒരു കുത്തലുണ്ടാവും. പക്ഷേ 2 ദിവസം കൊണ്ട് അത് ശരിയായി കിട്ടും. അപ്പോൾ നമ്മൾക്കിത് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എത്രത്തോളം നന്നായിട്ട് വരുന്നു. അപ്പം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഫുള്ള് ഇതുമാതിരി ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കുക. പക്ഷെ നമുക്കിപ്പോൾ ഈ സമയത്ത് നോക്കാം എങ്ങനെ എത്രത്തോളം ഇത് ശരിയായിട്ട് വന്നതിനെന്ന്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്. ഇതിലെനിക്ക് ഉപ്പും എരിവെല്ലാം കറക്റ്റായിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഒരു പുളി ടേസ്റ്റ് കുറച്ച് കുറവും മാതിരി ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഒരു 50 ml കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പുളി ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പം ഒരേമാതിരി എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൽ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകും ചില്ലി പൗഡറെല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിൽ ചേർത്തത് എനിക്കൊരു ലൈറ്റ് അത്ര കൂടുതൽ എരിവ് വേണ്ട, ആ ഒരു എരിവിലുള്ള അളവിൽ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ ഫ്രീ ആണ്. ഇതിൽ ഓയിലൊന്നും ചേർക്കാണ്ടെന്ന് നമ്മൾ ചെയ്ത് താളിച്ച് കൊട്ടുക അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. അതുകൂടാണ്ട് ഇതിന് 2-3 ടേസ്റ്റ് ഒന്നിച്ച് വരുന്ന ഒരു അച്ചാറാണ്. ഇതിൽ മധുരം ഉണ്ടാവും, പുളി ഉണ്ടാവും, അതുമാതിരി എരിവുണ്ടാവും, അതുമാതിരിയുള്ളൊരു അച്ചാറാണ്. ഇപ്പം ഞാനിവിടെ കാണിച്ച രീതിയല്ലാണ്ട് ഇത് പച്ചയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാം. അതുമാതിരി ഫുള്ളായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാം. പല വിധത്തിൽ ചെയ്തെടുക്കാം. അതുമാതിരി മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതുമാതിരി ചെയ്തിട്ട് ഞാനിതിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അച്ചാർ ഇവിടെ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിൽ ഇതിപ്പോൾ ഒരുപാട് 2 പാത്രത്തിൽ ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണെങ്കിൽ ചെറിയ ഇതിൻ്റെ പകുതി അളവിലുള്ള ബീട്രൂട്ടെല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഒന്നിച്ചുണ്ടാക്കാണ്ട് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾക്കത് നന്നായിട്ട് തോന്നിയാൽ മാത്രം കൂടുതൽ ഉണ്ടാക്കി വെക്കുക. അതുകൂടാണ്ട് നമ്മളിതിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതുമാതിരി ഗ്ലാസിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റീൽ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ
അത് റിയാക്ഷൻ ഉണ്ടാവും, അത് ഹെൽത്തിന് മോശമാണെന്ന് അങ്ങനെ നോർമലായിട്ട് പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഇതുമാതിരിയുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.